പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കനാണേ, നമുക്കിന്ന് ചിക്കൻ തേങ്ങ കൊത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണേ. ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചതാണ്. 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ ചട്ടിയിൽ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ആദ്യമേ ചെറിയ ഉള്ളി ഇടണേ. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള ഇടാം. ചെറിയ ഉള്ളി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 സവാള മുറിച്ച് വെച്ചത് ചേർക്കാം. ഇഞ്ചിയും ചേർക്കാം. ഇതിനെ നല്ലോണം വഴറ്റട്ടെ. നല്ലോണം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഇറച്ചി മസാല ചേർക്കാം. ഇറച്ചി മസാല ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചു വെച്ചതാണ്. ഇറച്ചി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഇറച്ചി മസാല ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി ചേർക്കാം. വളരെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നമ്മളിതിൽ കുരുമുളകും പച്ചമുളകും ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മസാല ഒന്ന് നല്ലോണം മൂപ്പിക്കാം. ഇതിലേക്ക് 2 തക്കാളി മുറിച്ച് വെച്ചതുണ്ടായി ചേർക്കാം. കഴുകി വെച്ച കോഴി കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ചൂടായി അതിൻ്റെ കളറ് മാറി ഒരു വെള്ള കളറായി. ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലിനി ചിക്കൻ വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതാ കഷ്ണം വെന്തിട്ടുണ്ടേ. ഞാനിത് വേവിച്ചു. നല്ല വെന്തിട്ടുണ്ട്. ഇത് 1 മുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. കുറച്ച് വെള്ളുള്ളി ചതച്ചതും 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ആദ്യമേ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് തേങ്ങ കൊത്തിട്ടിട്ട് മൂപ്പിക്കാം. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ഉണക്കമുളകും നല്ല മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളുള്ളി ചതച്ചതും പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ചേർക്കണം. കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. 2-3 സ്പൂൺ ചേർക്കാം. നമ്മൾ ഈ ചിക്കൻ്റെ എരിവ് കുരുമുളകിലാണ് നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുരുമുളക് ചേർക്കാം. പച്ചമുളകിലും നമ്മൾ മുളക് പൊടി കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കുക. നല്ലൊരു മണം കേട്ടോ കുരുമുളക് മൂത്തപ്പോൾ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം.
ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ചേർക്കാണ്. ഇതിന് നല്ല ഇളക്കുക. ഇതിൽ ഇനി ഒരു 1/2 സ്പൂണ് ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, തുറന്നു. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തിട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുരുമുളകും തേങ്ങാക്കൊത്തും ഇട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ കുരുമുളക് മൂത്താൽ എന്ത് നല്ല മണറിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.